അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ കുമ്പനാട്ടുനിന്ന് സ്നേഹവന്ദനം നേരുകയാണ്. ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം കൃപ നൽകി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനകളുടെ മുമ്പിൽ നമ്മളുടെ മനസ്സുകളെ താഴ്ത്തുവാൻ, നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ ഒക്കെയും നമുക്ക് ദൈവം തമ്പുരാൻ നൽകിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, വിശുദ്ധ ബൈബിളിൽ ഒത്തിരി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്തായിരുന്നു, ആദ്യത്തെ മുന്നറിയിപ്പ് എന്തായിരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ബൈബിളിൽ നിന്ന് അതിന് ഉത്തരം തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം കൊടുത്തൊരു മുന്നറിയിപ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മുന്നറിയിപ്പാണത്. 2-ാം അധ്യായം 16-ാമത്തെ വാക്യം, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന മുന്നറിവുകൾ, അതിനനുസരണമായിട്ട് നാം ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ഒക്കെയും ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ 1912 നടന്ന ഏറ്റവും വലിയ കപ്പൽ ദുരന്തം നമുക്കേവർക്കും അറിവുള്ള സംഗതിയാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഏകദേശം 3000-ഓളം ആളുകളെ വഹിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ആ കപ്പൽ ഇങ്ങനെ നീങ്ങിയായിരുന്നു. അങ്ങനെ നീങ്ങുന്ന സന്ദർഭത്തിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ പോകുമ്പോൾ ഒരു സന്ദേശം ലഭിച്ചു. കപ്പിത്താൻ ഒരു സന്ദേശം ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് സന്ദേശം? വലിയ പർവ്വതങ്ങൾ പോലെയുള്ള മഞ്ഞുമലകൾ ഒഴുകി വരുന്നു, അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒഴുകി വരുന്നു എന്നുള്ള നിർദ്ദേശം. ആ മുന്നറിയിപ്പ് കേട്ടിട്ടും അതിനനുസരണമായിട്ട് കപ്പൽ മാറ്റിവിടാതെ അവരായിരുന്നു എന്ന് ആണ് നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായിത്തീരുന്നത്. പിന്നത്തേതിൽ ആ കാര്യങ്ങളൊക്കെയും ലോകത്തിന് ബോധ്യപ്പെട്ട സംഭവമാണ്. മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ പോയ സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചത്? 1912 ഏപ്രിൽ മാസത്തിൽ അർദ്ധരാത്രി കഴിഞ്ഞ അവസരത്തിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ആ കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തം അന്ന് നടക്കുകയായിരുന്നു. ആ കപ്പൽ അങ്ങനെ മുങ്ങിപ്പോകുവാൻ തക്കവണ്ണമിടയായി തീർന്നു. മുന്നറിയിപ്പുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒത്തിരി മുന്നറിയിപ്പുകൾ കർത്താവിൻ്റെ പ്രസംഗത്തിൽ, പ്രഭാഷണത്തിൽ, ഉപമകളിൽ, കർത്താവിൻ്റെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രസംഗങ്ങളിലൊക്കെയും ഒത്തിരി മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർത്താവ് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചില ഭയ സൂചനകൾ കർത്താവ് നൽകിത്തരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഒരു ഭയ നിർദ്ദേശം യേശു കർത്താവ് തരുന്നുണ്ട്. അതെന്താണ്? ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 22-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഒരു നിർദ്ദേശം ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വയ്ക്കുകയാണ്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് തരുന്ന നിർദ്ദേശം നോക്കുക. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന് പ്രബോധിപ്പിച്ചിരിക്കുന്നു. അതൊരു പ്രബോധന വചനമെന്ന് വേണമെങ്കിൽ പറയാം. പത്രോസ് പറയുന്ന പ്രബോധന വചനം എന്താണ്? 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം, എന്നാൽ എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ആയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ, സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ, സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ
മറയ്ക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രബോധനങ്ങളും ഉപദേശങ്ങളും ഭയനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകൾ കൊണ്ട് ദൈവത്തിൻ്റെ വചനം മുഴുവനും നിറച്ചിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, കർത്താവിൻ്റെ മാലിയ മുറിയ പ്രഭാഷണത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ, മത്തായി സുവിശേഷം 24 അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം, ഇവിടൊക്കെയും കർത്താവിൻ്റെ പ്രസംഗങ്ങളിൽ, ഉപദേശത്തിൽ, നിർദ്ദേശത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായിത്തീരുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആ ഉപമകളിലൂടെ എന്താണ് കർത്താവ് മുന്നറിയിപ്പുകൾ നൽകി തന്നിട്ടുള്ളത്, പ്രബോധനങ്ങൾ എന്താണ് നൽകി തന്നിരിക്കുന്നത്, ഉപദേശത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ ശുശ്രൂഷകളെ ഞാനിങ്ങനെ തിരിച്ചു പറയുകയാണ്. ഇന്ന് രാവിലെ സമയം യേശുവിന് ഉപദേശമുണ്ടായിരുന്നു, ഉപമകളുണ്ടായിരുന്നു, പ്രസംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള കർത്താവിൻ്റെ വാ തുറന്ന് കർത്താവ് സംസാരിച്ച ആ വാക്കുകളെല്ലാം ആകമാനമായിട്ട് നമ്മൾ നോക്കിയാൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണവും, യേശു ക്രിസ്തുവിൻ്റെ മാലിയമുറി പ്രഭാഷണവും, ഒലിമല പ്രഭാഷണവും ഒക്കെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശുവിൻ്റെ പഠിപ്പിക്കലും ഉപദേശങ്ങളും ഉപമകളും എല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ, ഇന്നത്തെ ഈ സന്ദേശത്തിൽ 5 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ശുശ്രൂഷ സമർപ്പിക്കുവാൻ പോകുകയാണ്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? യേശുവിൻ്റെ ഉപമകളിലും പ്രസംഗങ്ങളിലും യേശുവിൻ്റെ ഉപദേശങ്ങളിലും പ്രബോധനങ്ങളിലും 5 കാര്യങ്ങൾ കർത്താവ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ മഹാനായ ബില്ലി ഗ്രഹാം എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ 5 കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞ ആ സൂചനകൾ, മുന്നറിയിപ്പുകൾ, ഉപദേശങ്ങൾ, അവയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഡോക്ടർ ബില്ലി ഗ്രഹാം എഴുതി വച്ചിരിക്കുന്നത്. 5 വാക്കുകൾ എന്താണ്? എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കാതോർക്കുക. 5 വാക്കുകൾ. W എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരത്തോടുകൂടെ ആരംഭിക്കുന്ന 5 വാക്കുകൾ. 1, വാച്ച്, ശ്രദ്ധിക്കുക. 2, വെയിറ്റ്, കാത്തിരിക്കുക. 3, വർക്ക്, പ്രവർത്തിക്കുക. 4, വേക്കപ്പ്, ഉണരുക. 5, വോക്ക്, നടക്കുക. ഇന്നീ ദൂത് നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ, ഉപദേശങ്ങളിൽ, ഉപമകളിലും പ്രസംഗങ്ങളിലും കർത്താവിൻ്റെ ദൂതുകളിൽ ഒക്കെയും കാണുന്ന 4-5 പ്രയോഗങ്ങളാണ് ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഒക്കെയും ഉതകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിച്ചാണ് വചനങ്ങൾ കേൾക്കേണ്ടത്, ശ്രദ്ധിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. നമ്മൾക്ക് വാചാലായിട്ട് പ്രസംഗിക്കുകയും കാത്തിരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, വർക്ക്, പ്രവർത്തിക്കുക മാത്രമല്ല, ഉണർന്നിരിക്കുക, ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കുക. ഒന്നുകൂടും ശ്രദ്ധിക്കുക. വാച്ച്, ശ്രദ്ധിക്കുക. വെയിറ്റ്, കാത്തിരിക്കുക. വേക്ക് അപ്പ്, ഉണരുക. വർക്ക്, പ്രവർത്തിക്കുക. വാക്ക്, നടക്കുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദയപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വാക്കുകളാൽ ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായിട്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. മന്ന തന്നു പോഷിപ്പിച്ച ജീവനാഥനെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇത്തരയിൽ നന്ദിയോടെന്നെന്നും നിന്നെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, പാതയിൽ വീണപ്പോൾ പാലിപ്പാൻ വന്നവനേ, പാപത്താൽ മുറിവേറ്റു പാതയിൽ വീണപ്പോൾ പാലിപ്പാൻ വന്നവനേ, എൻ ജീവകാലമെല്ലാം നിൻ മഹൽ സ്നേഹത്തെ വാഴ്ത്തി പാടിടും ഞാൻ. എൻ ജീവകാലമെല്ലാം നിൻ മഹൽ സ്നേഹത്തെ വാഴ്ത്തി പാടിടും ഞാൻ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, ഇനിയും നടത്തിടുവാൻ ശക്തനേ, ഇത്തര